അങ്ങനെയാണ് എനിക്ക് ഫോൺ തിരിച്ചു കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ അത് അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഫെയർ അടക്കം എനിക്ക് കോടതി തന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ 2024 നഷ്ടപ്പെട്ടു പോയ ഫോണ് എനിക്ക് 2026 കിട്ടിയത്. അത് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്, 2 കൊല്ലം ആയില്ലേ, ഇത്ര സമയമൊക്കെ എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, 2024 ഏപ്രിൽ 13 ഫോൺ നഷ്ടപ്പെടുന്നത്. നഷ്ടപ്പെട്ട് കൃത്യം 15 അല്ലെങ്കിൽ ഒരു 20 ഈ ഗ്യാപ്പിനുള്ളിൽ തന്നെ എനിക്ക് ഫോൺ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു കിട്ടാന്ന് പറയുന്നത് പോലീസുകാർ റിക്കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കിട്ടേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ കോടതിയിൽ പോകണം. കാരണം FIR ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കോടതിയിൽ ത്രൂ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ കോടതിയിൽ പോയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുക എന്ന് പറയുന്ന ആ സമയത്ത് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു 2000 രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈ പിന്നെ MIയുടെ ഫോൺ വാങ്ങാന്ന് പറയുന്ന ആ സമയത്ത് കുറച്ച് പ്രയാസങ്ങൾ, അതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ 2 തവണ കോടതി എനിക്ക് സമൻസ് അയച്ചിട്ടുണ്ട്. 2 തവണ ഞാൻ ഹാജരായില്ല. 3ാമത്തെ തവണ കോടതി പിന്നെ നിങ്ങൾ എന്തായാലും എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നോട്ടീസ് അയക്കുകയും പിന്നെ നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ NBW ആയിരിക്കും, നോൺ ബെയിലബിൾ വാറന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോലീസുകാരെ ഒന്ന് പിടിച്ചുകൊണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പം എന്തായാലും അങ്ങനെയൊന്നും ആയിട്ടില്ല. ഞാൻ 3ാമത്തെ ഇയറിങ്ങിൻ്റെ ഡേറ്റ് പോയി, എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഞാൻ പോയ സമയത്ത് പറഞ്ഞത് കേസിന് താല്പര്യമില്ല, കാരണം ഡൽഹിയിൽ നിന്ന് പിന്നെ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ലോങ് ഉണ്ട്, യാത്രാ ചെലവുകളുണ്ട്. അങ്ങനെ പറയുകയും പിന്നെ കൃത്യമായിട്ട് കോടതി പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്തോളൂ, പിന്നെ ഈ ഫോൺ കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് തന്നാൽ മതി എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഫോൺ തിരിച്ചു കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ അത് മാത്രമല്ല, അവിടെ നിന്ന് എനിക്ക് എൻ്റെ ടിക്കറ്റ് ഫെയർ അടക്കം, നമ്മൾ ലോക്കൽ ക്ലാസ് അഥവാ സ്ലീപ്പർ ക്ലാസ് ആണ് നമ്മൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ ഫെയർ അടക്കം എനിക്ക് കോടതി തന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും നിങ്ങൾ ഫോൺ പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യരുത്, നിരാശരായിരിക്കരുത്. രജിസ്റ്റർ ചെയ്യുക, ഫോൺ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. എന്തായാലും എല്ലാവർക്കും ഫോൺ നഷ്ടപ്പെട്ടു പോയ ഫോണുകളെല്ലാം തിരികെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.